സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരിയിൽ എന്ന പ്രദേശത്താണ്. കാരിയിൽ ശ്രീകുമാർ ക്ലബിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സീനറ്റ് ഒരുക്കിയ ആർപ്പോ ഇറോ എന്ന ഓണവിരുന്നിൽ പങ്കെടുക്കാൻ കൊച്ചു കുട്ടികളും വയസ്സായ അമ്മമാരും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആർപ്പോ ഇറോയിലേക്ക്. ആർപ്പോ ഏതായാലും ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ഓണവിശേഷങ്ങൾ അറിയാം. പ്രായം ചെന്ന ഒരു അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് പേര്? കല്യാണി. ഈ പഴയ കാലത്തെ ഒരു ഓണത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്? ഒന്ന് പറഞ്ഞ പഴയ കാലത്തെ ഓണത്തെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഒരു ഓണം ആഘോഷിച്ചിരുന്നത്? കളിക്കല്, ചിരിക്കല്, പൂപ്പറിക്കല്, ഇടല്, അതെല്ലാം തന്നെ. പൂക്കളായിരുന്നു അന്ന് ഓണാഘോഷത്തിന് ഉപയോഗിച്ചിരുന്നത്? ഞങ്ങൾ കാക്കാപ്പൂടും, കോഴിപ്പൂടും, ചെമ്പരത്തിര പൂടും, പല പൂ. വളരെ സന്തോഷകരമായ ഒരു ഓണക്കാലമായിരുന്നു പണ്ട്. ഇപ്പൊ ഒരുപാട് കൊച്ചു മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പൂപ്പറിക്കാൻ പോവാറുണ്ടോ? എന്തൊക്കെ പൂക്കളാ പറിക്കല്? നാണം വന്നിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ? പൂപ്പറിക്കാൻ പോവാറുണ്ടോ? എന്തൊക്കെ പൂക്കളാ പറിക്കുക? ചെമ്പകം പറിക്കും. ഓണത്തിന് ചെമ്പകം പോവാ? അല്ല, നമുക്ക് ചോദിച്ചോ അല്ലെ? പൂപ്പറിക്കാൻ പോവാറുണ്ടോ? എന്തൊക്കെ പൂക്കളാ പറിക്കുക? ചെമ്പരത്തി, മഞ്ഞപ്പൂ. തുമ്പപ്പൂ പറിക്കാറില്ലേ? സ്കൂളിൽ പഠിക്കുന്ന തിരക്കിനിടയിൽ പൂക്കളൊക്കെ പറിക്കാൻ പോവാൻ സമയം കിട്ടാറുണ്ടോ? വൈകുന്നേരം ആകുമ്പോ പോകും അല്ലെ? ഇനി കുറച്ച് ചെറുപ്പക്കാരുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. എല്ലാവരും ആ ഒരു മൂലയിൽ പോയിരുന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അവരോട് ചോദിക്കണം, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓണാഘോഷം? മൈക്ക് കാണുന്ന സമയത്ത് എല്ലാവരും ഓടിക്കുന്നത് അല്ലെ? ഒന്ന് മുന്നോട്ട് വന്ന് സഹകരിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓണാഘോഷം? ഓണം പഴയ കാലത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ക്ലബിലിരിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഞങ്ങളെ മിക്കവാറും ഓണാഘോഷമൊക്കെ ഉണ്ടായത്. ഇവിടെ കുട്ടിയും കളി, പിന്നെ നമ്മളെ ഗോട്ടികളിയില്ലേ, അതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള കളി. പിന്നെ കുട്ടിയും കോല് ഈ പ്രദേശത്തൊക്കെ നല്ല ഒരു പ്ലേസ് ആയിരുന്നു, നല്ല കണ്ടം. ഇന്ന് കണ്ടൊന്നുമില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ നമ്മളെ മക്കളോട് ചോദിച്ചാല് ഈ മാമൻ പറയുന്ന കുട്ടിയും കോലും കളിയൊക്കെ അറിയോ? ആർക്കും അറിയോ? മക്കൾക്ക് അറിയോ? അറിയുന്നവരുണ്ടോ? വെറുതെ പറയുന്നതാണോ? അറിയുന്നവരുണ്ടല്ലേ? റെഡി. വളരെ സന്തോഷത്തിന്റെ ഒരു ഓണക്കാലമായിരുന്നു പഴയ ഓണക്കാലം. ഏതായാലും ഒരുപാട് രസകരമായ മത്സരങ്ങളുമായാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും റെഡിയല്ലേ? സ്ത്രീകൾക്കായി മത്സരമുണ്ട്, കുട്ടികൾക്കായി മത്സരമുണ്ട്, യുവാക്കൾക്കായി മത്സരമുണ്ട്. അങ്ങനെ ആവേശം നിറഞ്ഞ ഒരു ഓണാഘോഷത്തിനാണ് കാരിയിൽ ശ്രീകുമാർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അങ്കണം ഇപ്പോൾ വേദിയാവുന്നത്. ആദ്യ മത്സരം ഇതാണ്, ഇഷ്ടികപ്പിടുത്ത മത്സരം. മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള കുറച്ച് കരുത്തരായ, ശക്തരായ യുവാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാൻ ഒന്ന് മുന്നോട്ട് വന്ന് നമ്മുടെ പരിപാടിയായിട്ട് സഹകരിക്കണം. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആളുകള് വേമ്പോ മടിച്ചു നിൽക്കാതെ എല്ലാവരും കടന്നു വരുവാ. വാശിയേറിയ രസകരമായ ഇഷ്ടികപിടുത്ത മത്സരത്തിലേക്ക് കടക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കരുത്തരായ, ശക്തരായ കാരിയുടെ യുവതാരങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല മസിലൊക്കെ ഉണ്ട്. യുവതാരങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. മത്സരം ഇതാണ്. ഒരു ഇഷ്ടിക ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരും. ആ ഇഷ്ടിക താഴെയിടാതെ എത്ര സമയം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതാണ് മത്സരം. പക്ഷേ മത്സരത്തിൽ ഒരു നിബന്ധന കൂടിയുണ്ട്. ഇഷ്ടിക പിടിക്കുന്നതിനൊരു രീതിയുണ്ട്. നിങ്ങളുടെ ഈ 2 വിരലുകൾ ഉപയോഗിച്ച് മാത്രമേ ഇഷ്ടിക പിടിക്കാൻ പാടുള്ളൂ. അങ്ങനെ പണി കിട്ടിയത് അല്ലെ? എത്ര സമയം ഇഷ്ടിക താഴെയിടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഏറ്റവും അവസാനം ഇഷ്ടിക താഴെയിടുന്ന ആളായിരിക്കും ഈ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ചുപേരുടെ സഹായം ആവശ്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് ഓരോരുത്തർക്കുമായി ഇഷ്ടിക ഇങ്ങനെ കൊടുക്കേണ്ടത്. പിടിക്കൂ. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ കാരിയിൽ ഗ്രാമത്തിലെ ഈ കരുത്തരായ യുവാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര്? എന്ത് ചെയ്യുന്നു പ്രണവ്? എന്തായാലും വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? പരമാവധി ശ്രമിക്കും. വിട്ടുകൊടുക്കരുത്. അഭയരാജല്ല, പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മത്സരം വിട്ടുകൊടുക്കരുത് പറഞ്ഞല്ലേ? വിട്ടുകൊടുക്കൂല, എന്തായാലും വിട്ടുകൊടുക്കൂല. പരാജയപ്പെടുത്തുമെന്ന് ഉറച്ച വാശിയിലാണ്. എല്ലാവരും പരാജയപ്പെടുത്തി ഈ മത്സരത്തിൽ 1ാം സ്ഥാനം എന്ത് തന്നെയാലും കൊണ്ടുപോകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അഭയരാജ് അല്ലെ? അഭയരാജ് എന്ത് ചെയ്യുന്നു? പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഏത് സ്കൂളിലാണ്? വിജയാശംസകൾ. പേര്? ഷിബിൻ. പേര്? ഗോകുൽ. മിഥുൻ. രാജേഷ്. സംഗീത്. അപ്പോ വാശിയേറിയ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം.
നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടിക 2 വിരലുകളിൽ പിടിച്ച് നീട്ടിപ്പിടിക്കണം. കൈ മുന്നോട്ട് നീട്ടിപ്പിടിക്കണം. ഏറ്റവും കൂടുതൽ സമയം ആരാണോ ഇഷ്ടിക പിടിച്ചു നിൽക്കുന്നത് അവരാണ് മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. മത്സരത്തിനായി തയ്യാറെടുക്കാം. ആദ്യം ഇഷ്ടിക എല്ലാവരും 2 വിരലുകൾ നീട്ടിപ്പിടിക്കണം. റെഡി റെഡി. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഇതാ ഓരോരുത്തരും എന്തു തന്നെയായാലും ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന് ഉറച്ച പ്രഖ്യാപനത്തിലാണ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 1, 2, 3, 4, 5, 6 പേരും ഇല്ല. ഒരാളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കയ്യടി വേണം. നിങ്ങളുടെ കയ്യടിയുടെ ആവേശമാണ് അവരെ മത്സരത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അഭയരാജ്, കാടങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അഭയരാജ് മത്സരത്തിൽ ഇല്ല. ഒരാൾ മത്സരത്തിൽ നിന്ന് പറയാൻ ഇവിടെ 2 പേർ വേണ്ടിയിരിക്കുന്നു. എങ്കിലും ശേഷിക്കുന്ന 1, 2, 3, 4, 5 പേർ എന്ത് തന്നെയായാലും വിട്ടുകൊടുക്കില്ല. ഞാനായിരിക്കും ഈ മത്സരത്തിലെ ശക്തിയുടെ താരമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കിയുള്ള 5 പേരും മത്സര രംഗത്ത് ആവേശത്തോടെ തുടരുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, നവരസങ്ങളിലും വ്യത്യസ്തമായ മറ്റൊരു ഭാവം ഓരോരുത്തരുടെയും മുഖത്ത് ഇങ്ങനെ മിന്നി മറിയുകയാണ്. ഇല്ല, വിട്ടുകൊടുക്കരുത്. കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കൂ. ഇല്ല, നമ്മുടെ നാട്ടിലെ താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരാൾ കൂടി പോയിരിക്കുന്നു. ഇനി 4 പേർ കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. 4 പേരാണ് ശേഷിക്കുന്നത്. വിട്ടുകൊടുക്കരുത്. 3 പേർ മത്സര രംഗത്തിന് ശേഷിക്കുന്നത്. 3 പേർ ഇല്ല. കൈയടിക്കൂ. 2 പേർ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. 2 പേർ മാത്രമായി മത്സരത്തിൽ ചുരുങ്ങിയിരിക്കുന്നു. വിട്ടുകൊടുക്കരുത്. ഇല്ല, ഓട്ടെ ഇല്ല. എന്ത് തന്നെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇന്നിവിടെ നടന്ന ഈ ഇഷ്ടിക പിടുത്തം എന്ന വാശിയേറിയ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് പേരൊരിക്കൽ കൂടി പ്രണവാണ്. എല്ലാവരും പ്രണവിന് നല്ലൊരു കയ്യടി കൊടുക്കണം. കരുത്തിന്റെ ഈ മത്സരത്തിൽ വിജയിച്ച പ്രണവിന് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സ്പാം ജെൻസ് ഗാലറി ചെറുവത്തൂരാണ്. ചെറുവത്തൂർ എക്സ്പാം നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം പ്രണവിന് നൽകുന്നു. യുവാക്കളുടെ ആവേശകരമായ ഇഷ്ടിക പിടുത്ത മത്സരത്തിന് ശേഷം ഇനി മത്സരവേദിയിലേക്ക് എത്തിയിരിക്കുന്നത് കരുത്തരായ 10 വനിതകളാണ്. ആദ്യം നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഇതിനു മുമ്പ് ഇതുപോലുള്ള ഓണ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? എന്ത് മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? അങ്ങനെ ആയിരിക്കും അല്ലെ? അല്ല, ഇപ്പൊ ഇവിടെ നടക്കുന്ന മത്സരത്തിനെ കുറിച്ച് ഇവിടെ നടക്കുന്ന മത്സരത്തെ കുറിച്ചൊരു ധാരണയുണ്ടോ? ഉണ്ട്. ഞാൻ മത്സരം എന്തെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ വളരെ നല്ല ധാരണയോട് കൂടിയാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും അടുത്ത ചേച്ചിയെ പരിചയപ്പെടാൻ. പേര് പ്രീത. ഓണ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. സമ്മാനം കിട്ടിയ ഓർമ്മയുണ്ടോ? സമ്മാനം കിട്ടാറുണ്ട്. എന്ത് തന്നെയായാലും ഇവര് സമ്മാനം കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. എന്താണ് പേര്? റീന, ബിന്ദു, സുനിത, 10 പേരുണ്ട്. 2 പേർ ഒരു ടീമായിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അടുത്തടുത്ത് നിൽക്കുന്ന 2 പേർ ഒരു ടീമാണ് ഈ മത്സരത്തിൽ. അങ്ങനെയാണ് ഈ മത്സരം നടക്കുക. അതിന്റെ രീതി അങ്ങനെയാണ്. നിങ്ങൾ 2 പേരും ഒരു ടീമാണ്. 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 നിങ്ങൾ 2 പേരും ടീമാണ്. മത്സരം ഇതാണ്. എന്റെ കയ്യിൽ നിങ്ങൾ എല്ലാവരും അടുക്കളയിൽ ഒരുപാട് തവണ പ്രയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ്. മറ്റൊന്നുമല്ല, ഇത് ഓണനാളിൽ നമുക്ക് എന്ത് തന്നെയായാലും പായസം വെച്ച് കഴിക്കേണ്ട ഒരു സേമിയാണ്. ഈ സേമിയ ഉപയോഗിച്ചുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. 2 പേർ മുഖത്തോട് മുഖം നോക്കി ആ വൃത്തത്തിന് അപ്പുറവും ഇപ്പുറവുമായി നിൽക്കും. ആ വൃത്തത്തിൽ ഞാൻ കുറച്ച് നാണയങ്ങൾ ഇട്ടുവെച്ചിട്ടുണ്ട്. ഈ സേമിയ ഒരു വശം ഒരാളുടെ വായിലായിരിക്കും, മറ്റേ വശം അടുത്ത ആളുടെ വായിലായിരിക്കും. 2 പേരും മുഖത്തോട് മുഖം നോക്കി ഈ വൃത്തത്തിന് അപ്പുറവും ഇപ്പുറവുമായി നിൽക്കും. 2 പേർക്കും ഈ സേമിയ പൊട്ടാതെ കടിച്ചു പിടിച്ച് താഴേക്ക് മടങ്ങാം. ഒരാൾക്ക് നാണയം എടുക്കാം, എഴുന്നേറ്റ് നിൽക്കാം, അടുത്ത ആളെ കയ്യിലേക്ക് നാണയം കൊടുക്കാം, വീണ്ടും ഇരിക്കാം, ഒരു നാണയം എടുക്കാം, എഴുന്നേൽക്കാം, അടുത്ത ആളെ കയ്യിലേക്ക് നാണയം കൊടുക്കാം. അങ്ങനെ ഞാൻ തന്നിരിക്കുന്ന ഈ ഫലമേറിയ സേമിയ പൊട്ടാതെ ആരാണ് ഈ വൃത്തത്തിനകത്ത് വെച്ചിരിക്കുന്ന 7 നാണയങ്ങളും എടുക്കുക, അവരാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. മത്സരം ആരംഭിക്കാൻ പോകുന്നു. ആദ്യം അടുത്തടുത്ത് നിൽക്കുന്ന 2 പേരും ആ സേമിയ 2 പേരുടെയും വായിൽ കടിച്ചു പിടിക്കേണ്ടതാണ്. 2 പേരും വായിൽ കടിച്ചു പിടിക്കണം.
ഞാൻ അടുത്ത വിസിലടിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു, ഒരാൾ നാണയം എടുക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു. വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കേണ്ട ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരവേദിയിലെത്തിയ എല്ലാവരെയും നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. മത്സരം ആരംഭിക്കാൻ പോകുന്നു. റെഡി, 1 2 3 start. വളരെ ശ്രദ്ധയോടുകൂടി, ഒരു കാരണവശാലും സേമിയ പൊട്ടരുത്. ഇരിക്കുക, നാണയം എടുക്കുക, അടുത്ത ആളുടെ കയ്യിൽ മുഴുവന് പൊട്ടിപ്പോയിരിക്കുന്നു. ഒരാളുടെ സേമിയ പൊട്ടിപ്പോയിരിക്കുന്നു. ഇനി 3 പേർ മാത്രമാണ് സേമിയ വായിൽ നിന്ന് ഇറങ്ങരുത്. നിങ്ങളുടെ ടീം ഔട്ടാണ്. 2 പേർ ഒരു കാരണവശാലും പൊട്ടിയിരിക്കുന്നു. ഇല്ല, നാണയം എടുക്കണം, എല്ലാ നാണയങ്ങളും എടുക്കണം, മുഴുവൻ നാണയങ്ങളും എടുക്കണം. ഇല്ല, വായിൽ നിന്ന് സേമിയ ഇളകിപ്പോയെങ്കിലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നാണയങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയോ ഒളിപ്പിച്ചു വെച്ച നാണയങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ വായിൽ നിന്ന് സേമിയുടെ പിടിവിട്ട് പോകുന്നുണ്ട്. എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. വീണിരിക്കുന്നു. നാണയം കൃത്യമായി കാണാൻ കഴിയാത്തത് കൊണ്ട് 7 നാണയങ്ങളാണ് ഞാൻ ആ വൃത്തത്തിനകത്ത് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ എത്ര നാണയമുണ്ട്. ശേഷിക്കുന്ന നാണയം എന്ത് തന്നെയായാലും ആ വൃത്തത്തിനകത്തുണ്ട്. ഇതാ കിട്ടിയിരിക്കുന്നു. ഒരു സമയം ഒരു നാണയം മാത്രമേ എടുക്കാവൂ. വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം. വളരെ ശ്രദ്ധയോടുകൂടി. പൊട്ടരുത്. വീണ്ടിരിക്കണം. റെഡി. 1 2 3 4 5 നാണയങ്ങൾ ആ സേമിയ പൊട്ടാതെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി പൊട്ടിപ്പോയെങ്കിലും ഈ മത്സരത്തിലെ വിജയികൾ നിങ്ങൾ രണ്ടുപേരുമാണ്. പേര് സേമിയ വായെന്ന് വിടാനേ മനസ്സ് വരുന്നില്ല. അത് കടിച്ചു പിടിച്ച് പറഞ്ഞു. ചേച്ചി പേര് ഉഷ, ശ്രീജ. ഉഷ ചേച്ചിയും ശ്രീജ ചേച്ചിയുമാണ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഈ മത്സരത്തിൽ വിജയികളായിരിക്കുന്നത്. രണ്ടുപേർക്കും നല്ലൊരു കൈയ്യടി. വാശിയേറിയ ഈ മത്സരത്തിൽ വിജയികളായ ഇവർക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ ചെറുവത്തൂർ ഷോറൂമാണ്. കഴിഞ്ഞ ദിവസം പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ വകയാണ് ഇവർക്ക് രണ്ടുപേർക്കുമുള്ള സമ്മാനം. മനോഹരമായ ഒരു ക്ലോക്കാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. വനിതകൾ വളരെ ആവേശത്തോട് പങ്കെടുത്ത ഈ മത്സരം ഇനി പുരുഷന്മാർക്കായുള്ളതാണ്. വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കേണ്ട ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ യുവാക്കളെയും, എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുന്നോട്ട് വരും. നേരത്തെ വനിതകൾ വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുത്ത ഈ മത്സരത്തിൽ ഇത്തവണ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ യുവാക്കളാണ്. സംഗീത എല്ലാ മത്സരത്തിലും വളരെ ആവേശത്തോടുകൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മത്സരം ആരംഭിക്കുകയാണ്. ആദ്യമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ സേമിയ രണ്ടുപേരുടെ വായുമായി കടിച്ചു പിടിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ തൊട്ടു താഴെയുള്ള നാണയങ്ങൾ ഓരോന്നായി സ്വന്തമാക്കുക എന്നുള്ളതാണ് മത്സരം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. മത്സരം ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. വളരെ സാവധാനത്തിൽ, വളരെ ശ്രദ്ധയോടുകൂടി എന്തു തന്നെയായാലും ഇതാ ഒന്നാമത്തെ ഇരുത്തത്തിൽ തന്നെ സംഗീത സുഹൃത്തും ഔട്ടായിരിക്കുകയാണ്. ശേഷിക്കുന്നത് ഇനി 4 ടീമുകളാണ്. വിട്ടുകൊടുക്കില്ല എന്നുള്ള സ്വന്തമാക്കിയാണ് ഈ രണ്ട് സുഹൃത്തുക്കളും ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. പേര് വിശാൽ എന്ത് ചെയ്യുന്നു? പേര് ഷിബിൻ. വിശാലിനും ഷിബിനും എല്ലാവരുടെയും ഭാഗം നല്ലൊരു കൈയടി. ഏതായാലും രസകരമായ ഈ മത്സരത്തിൽ വിജയികളായ ഇവർക്ക് 2 സമ്മാനങ്ങളാണ് നൽകുന്നത്. ഒരു പാക്കറ്റ് സേമിയ പായസം ഉണ്ടാക്കി കഴിക്കാൻ, മറ്റൊരാൾക്ക് ചെറുവത്തൂർ ലിബി ബുക്സ് സ്പോൺസർ ചെയ്ത ഒരു സമ്മാനമാണ്. PSCക്ക് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് ലിബി സമ്മാനമായി നൽകിയിരിക്കുന്നത്. 2 പേർക്കും അഭിനന്ദനങ്ങൾ.
മത്സരങ്ങളുടെ ഈ ആവേശത്തിനിടയിൽ ഇനി നമുക്ക് അല്പനേരം നാസിക് ബാൻഡിന്റെ ത്രസിപ്പിക്കുന്ന താളം കേൾക്കാം. ഈ ബാൻഡ് വാദ്യം നമുക്കായി അവതരിപ്പിക്കുന്നത് കാരിയിൽ ശ്രീകുമാർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കൂട്ടുകാരാണ്. ആവേശം നിറയുന്ന രസകരമായ മത്സരങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.